കേരള മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനായ സമാദരണീയനായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രത്യേകിച്ചും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും വേദികളും പദവികളെയും ഉപയോഗപ്പെടുത്തി പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും സമസ്തയുടെ സെക്രട്ടറിയായ മുക്കം ഉമർ ഫൈസി തുടർന്നുകൊണ്ടേയിരിക്കുന്നതിൽ ഈ സംഗമം ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പവിത്രമായ മുഷാവറിൽ നിന്നും മാറ്റി നിർത്തി സമസ്തയെ സംശുദ്ധമാക്കണമെന്ന് ഈ സംഗമം ഐക്യകണ്ഠേന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറയോട് വിനീതമായി ആവശ്യപ്പെടുന്നു. അവതാരകൻ ശ്രീ ടി അബ്ദുൽ ഖാദർ ഹാജി തൃക്കരിപ്പൂർ, അനുവാദകൻ അബ്ദുൽ സമദ് മാസ്റ്റർ കൊല്ലം. ഉമർ ഫൈസിയെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മുഷാവറയിൽ നിന്നും പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ വേണോ അത് നേരം വെളുത്തിട്ട് മതിയോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പുതിയ അവതാരങ്ങളെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു എന്നതിന് കയ്യും കണക്കില്ല. ഉമർ ഫൈസിക്കെതിരെ അവതരിപ്പിച്ച പ്രമേയങ്ങൾക്ക് കയ്യും കണക്കില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനം ഇവരെ പ്രമേയത്തെയും ഇവരെയുമൊക്കെ ഒരു പരിഹാസ്യത്തോടെയാണോ കാണുന്നത് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. കാരണം ഇത്ര അധികം പ്രമേയങ്ങൾ കൊടുത്തിട്ടും ഒരു മെയിൻറ്റും ചെയ്യാതെ സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഇവരെക്കുറിച്ച് സമസ്തക്ക് മതിപ്പുണ്ട് എന്നർത്ഥം. അതായത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പും തരികിടൊക്കെ സമസ്ത കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇവരെ ഈ പുല്ലുവില നൽകിയിട്ട് സമസ്ത മുന്നോട്ട് പോകുന്നത്. എന്തായാലും പൂക്കോട്ടൂരും നാസർ ഫൈസിയും മലയമ്മയൊന്നും പ്രമേയം അവതരിപ്പിക്കാൻ വന്നിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റനി ഉണ്ടാകില്ല. അതിൻ്റെ പൂതിയൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാർ നേരത്തെ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടുന്നോ കെട്ടിയിറക്കിയ ചില ആളുകളെ കൊണ്ടാണ്, ഇതുവരെ മുഖമൊന്നും കാണാത്ത ആളുകളെ കൊണ്ട് പ്രമേയം അവതരിപ്പിച്ച് തടിയൊരുക്കുകയാണ്. കാരണം പൂക്കോട്ടൂരും നാസർ ഫൈസിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇനി എയർ പോകാൻ ഞങ്ങൾക്ക് വയ്യ, ഇപ്പോൾ തന്നെ എയറിലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇനിയും എയർ പോകാൻ ഞങ്ങൾക്ക് കഴിയൂല, അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തവണയും ഈ പ്രമേഹ രോഗികളെ സമസ്ത അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളും എന്നത് തീർച്ചയാണ്. ഈ പ്രമേയവും സമസ്ത പരിഗണിക്കാൻ പോകുന്നില്ല. ഒരു സാധാരണ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാതെ സമസ്തൻ്റെ തീരുമാനം ഞാൻ പറയല്ല. മറിച്ച് ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലക്ക് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാലോ. അന്നം തിന്നുന്നവരും ബുദ്ധിയുള്ളവരുമൊക്കെയാണല്ലോ നമ്മൾ. അതായത് ദീന് പറഞ്ഞതിൻ്റെ പേരിൽ, മതപരമായ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ പുറത്താക്കണം, മുഷാവറയിൽ നിന്ന് എടുത്തെറിയണം എന്നൊക്കെ പറയാൻ തൊലിക്കട്ടി കാണിക്കണമെങ്കിൽ എത്രത്തോളം ഇവരുടെയൊക്കെ ഉള്ളിൽ മതവിരുദ്ധത അല്ലെങ്കിൽ സമസ്ത വിരുദ്ധത കയറിക്കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൽ 25 പണ്ഡിതന്മാർ നല്ല വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ട് ഇവരുടെ ഈ സാധനം ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ തന്നെയാണ് സാധ്യത എന്ന് ഉറപ്പാണ്. പിന്നെ സയ്യിദുൽ ഉലമയെ വിമർശിച്ച ബഹാവുദ്ദീൻ നദവിയെയും അതുപോലെ റഹ്മാൻ ഫൈസിയെയും ഒക്കെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനൊരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരസ്ത്രം അങ്ങോട്ടെയ്യുകയാണോ സംസ്ഥക്കെതിരെ എന്നും സംശയിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും സമസ്തയിലേക്ക് പരാതി പോയിട്ടുണ്ട്, 11 ആളുകൾ ഒപ്പിട്ട പരാതി. ആ പരാതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് പാരമ്പര്യ സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു പോകാൻ, അതിൻ്റെ ആശയാദർശങ്ങളെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ നയനിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ, വർത്തമാന സാഹചര്യത്തിൽ പ്രയാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഒരു സമസ്ത ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വേറൊരു സംഘടന ഉണ്ടാക്കിയിട്ട്, സമസ്ത ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആരും അംഗീകരിച്ചോളണമെന്നില്ല, ആരും പിന്നിൽ നിന്നുകൊള്ളണമെന്നില്ല, വേറൊരു സംഘടന ഉണ്ടാക്കുക, വേറൊരു പേരിട്ടോളി, എന്നിട്ട് അതിനെ മെല്ലെ മെല്ലെ വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് പോലെ അത് വളർന്നു വരും. അതിനനുസരിച്ച് അതിനെ നിങ്ങളിങ്ങനെ മെരുക്കിയെടുത്ത് നിങ്ങളുടെ ആട്ടത്തിനനുസരിച്ച് ആടിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുക.
അതിന് നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ആൾക്കാരെ പുറത്താക്കിയതും ആക്കപ്പെടാനിരിക്കുന്നതുമായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു മുഷാവറ ഉണ്ടാക്കുക. എന്നിട്ട് സമസ്തക്ക് ബദലായിട്ടല്ലാതെയോ ഒക്കെ മുന്നോട്ട് പോവുക. വെറുതെ എന്തിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തെ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുണയുള്ള ഈ മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലൂടെ വെഞ്ചതലായിട്ട് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? കീടങ്ങളായിട്ട് എന്തിനാണ് നിൽക്കുന്നത്? സർവ്വ കീടങ്ങളെയും ഈ 100-ാം വാർഷികത്തോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറന്തള്ളും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓരോരോ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ സംഭവവികാസങ്ങൾ കഴിയുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരം കീടങ്ങളെയൊക്കെ ആവശ്യമായ സമയത്ത് അനുചിതമല്ലാത്ത ആളുകളെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട ചരിത്രമാണ് സമസ്തക്കുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള തളക്കൽ മാത്രമാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ജനങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന സമസ്തയിലെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്, സത്യമാണ്, അതിൽ സത്യമല്ലാത്ത ഒന്നുമില്ല, ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് കൂടെ ഇവിടെ ജനങ്ങൾക്ക് ബോധ്യമാകുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ ഈ വായിച്ച പ്രമേയത്തിൽ പോലും എന്താണ് ഉമർ ഫൈസി ചെയ്ത തെറ്റ് എന്നില്ല. അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തി, അദ്ദേഹത്തെ പരിഹസിച്ചു എന്നൊക്കെയാണ് ഇവരതിൽ പറയുന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അപകീർത്തിപ്പെടുത്തിയത് എങ്ങനെയാണ് അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയത്? എന്താണ് അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിച്ച വാചകം? എന്താണ് അദ്ദേഹം പറഞ്ഞ സത്യവിരുദ്ധമായ കാര്യം? ഈ കാര്യങ്ങളൊന്നും പ്രമേയത്തിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത നിസ്സഹായത നിങ്ങളുടെ പ്രമേയത്തിൽ തന്നെ മുഴച്ച് കാണുന്നുണ്ട്. അതിനു പുറമെ ഇത് ഏറ്റെടുക്കാൻ പ്രഗത്ഭരായ ആരും വന്നില്ല എന്നതും നിങ്ങളുടെ നിസ്സഹായത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയുള്ള ഹാജിയോ എവിടെയുള്ള പോക്കരൊക്കെ ഇങ്ങനെ പ്രമേയം അവതരിപ്പിക്കേണ്ട ഗതികേട് സംസ്ഥാന സമിതിക്ക് വന്നതിൽ ഖേദിക്കുകയാണ്. എന്തായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കൊക്കെ ദീനീ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സമയത്തും നമ്മൾ ദീനിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദീനിനാണ്, മതത്തിനാണ്, ശരീഅത്തിനാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനാണ്, ആ അഹ്ലുസുന്നയെ കോട്ടകെട്ടി സംരക്ഷിക്കുന്ന സമസ്തക്കാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. അങ്ങനെ ഒന്നാം സ്ഥാനം നൽകി മുന്നോട്ട് പോകുന്ന ഉമർ ഫൈസി അടക്കമുള്ള സമസ്തയുടെ 40 അംഗ മുഷാവറ, ആ മുഷാവറയ്ക്ക് കീഴിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.